ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പൊ ഇന്ന് നമ്മള് കുറേ ദിവസമായിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് അപ്പൊ ദിവസം ഓരോരോ പച്ചക്കറിയാണ് ഞാൻ. അപ്പൊ ഇന്നലെ അടുക്കളയ്ക്ക് വന്നിട്ട് പച്ചക്കറി പിന്നെ ആട്ടുംകാല ഉണ്ടാക്കി. അതിന് പയറ് മത്തങ്ങ നാളെ കുമ്പളങ്ങ എന്തെങ്കിലും ശരി ഉണ്ടാക്കും. മത്തങ്ങ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ മത്തങ്ങ പയറുമാണ് കേട്ടോ. പയറ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഇതാ ജീരകം, നാളികേരം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ അരച്ചിട്ട്, നല്ല അരച്ചിട്ടല്ല, കുറച്ച് തരിവരപ്പുണ്ട്. പിന്നെ നാളികേരം, മുളക് പൊടി, ഉണക്കമുളക്, കടുക്, കറിവേപ്പില. നല്ല അരയ്ക്കാൻ പറ്റാണ്ടാണോ? അല്ല, അത് വേണ്ട വേണ്ട. അങ്ങനെ അങ്ങനെ വ്യക്തമായിട്ട് പറയണം. ഇതാ പയറ് ഞാൻ വേവിച്ച് വെച്ചു. എന്ന് പറഞ്ഞാൽ അത് താമസമല്ലേ. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം. അപ്പോൾ മത്തങ്ങയിൽ ഏതാ ഈ തോമസ്? അത് ഷോർട്ട് ഫോം പറഞ്ഞാണല്ലേ. മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് നാളികേരം ചതയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ശരിക്കാവുമ്പോൾ വേണം. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ മുളകും കൂടി അത് പോട്ടെ, അത് കളയണ്ട. ഓക്കെ. അച്ഛനൊരു കാര്യം പറഞ്ഞു അമ്മേനടുത്ത് പറയാൻ വേണ്ടിയിട്ട്. അത് വീഡിയോ പിടിക്കുമ്പോൾ തന്നെ പറയണം പറഞ്ഞു. നീ അച്ഛൻ പറഞ്ഞൊന്നും ഇവിടെ പറയണ്ട കേട്ടോ. ഞാൻ പറയണൊക്കെ കേട്ടു. അതെന്താ? നീ നിന്റെ അച്ഛനും കൂടിയിട്ടേ ഒന്നും പറയണ്ട കേട്ടോ. അല്ല അമ്മ അത് വേവാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് വേവാനല്ല, പിന്നെ അതിനെ കുളിപ്പിക്കാൻ വെള്ളം വെക്കാൻ പറ്റും. നിന്റെ അടുത്ത് ഞാൻ വേണ്ടാത്ത പറയുന്നത്. അത് ഉണ്ടാക്കണേക്കാളും മുമ്പ് അതിനെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ. കറിവേപ്പില ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് തന്നെ ഇടാൻ പറ്റും. അതിനാവശ്യമുള്ള അത് ഇട്ടു. ഇനി ഉപ്പില്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇതിനെ തിളപ്പിക്കാനുള്ള വെള്ളം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വേവാനുള്ള വെള്ളം തന്നെ ഇടാറ്. ഞാൻ പറയട്ടെ, ഈ സാധനമൊക്കെ ഇത് ഇടുന്നേക്കാളും മുമ്പ് അതിനൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇല്ലേ? അല്ല, കേക്ക് ഇതിനൊക്കെ അമ്മ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ്. കുളിപ്പിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ തന്നെ അല്ലേ അതിനിടുക. ആദ്യം കുളിപ്പിക്കുക, പിന്നെ തിളപ്പിക്കുക. പച്ചക്കറി ആയാലും പിന്നെ വീണ്ടും ഇത് തിളയ്ക്കാനാണ് വെള്ളം, തിളയ്ക്കാനാണ് വെള്ളം. അല്ല കഴുകാൻ വേണ്ടിയിട്ടാണോ വെള്ളം എടുക്കണത്? കൊത്തറാക്കൊള്ളി പറയാൻ വേണ്ടി മാത്രം ഇരുന്നാണ്. ആര്? ഞാനോ? പിന്നെ ഈ ഫോൺ കാൾ വന്നതിന് ശേഷം ഭയങ്കര സന്തോഷം. എന്തറിയോ, എത്ര ഫോൺ കാളാവെന്നറിയോ? 12 വന്നു. അതെ, അതിന്റെ ഒരു എന്താ പറയാ, ബലൂണിന് കാറ്റ് കയറിയ പോലെ അമ്മക്ക് അതിന്റെ ഒരു റേറ്റ് കാണാനുണ്ട്. എന്തൊരു സ്നേഹം ദൈവമേ. ചേച്ചി വിളിയില്ലേ? ദൈവമേ എന്തൊരു സ്നേഹം. ആ മെസ്സേജിലൂടെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ചേച്ചീന്ന് വിളിക്കുക. ആ ഗീതാഭാസ്കറൊക്കെ ശരിക്കും പറഞ്ഞല്ലേ കരഞ്ഞിട്ടാണ് സംസാരിച്ചത്. അത്രയും സന്തോഷമുണ്ട്. എനിക്കത് കേട്ടപ്പോ ദൈവമേ. ഒരാള് സംസാരിച്ചത് ഇന്നൊരാളോട് പറയാൻ പാടുമോ? അല്ല, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അല്ല, വേറെ ആരും ഇല്ലല്ലോ, എല്ലാം കുടുംബമല്ലേ അല്ലേ? ഓക്കെ. അത്ര സന്തോഷം. അതായത് അത്രയും സ്നേഹമാണ് അവർക്ക്. ആ സംസാരിക്കുമ്പോഴേ ആ ഇടറിക്കൊണ്ടുള്ള ആ സംസാരമൊക്കെ കേൾക്കുമ്പോ ഇത്രത്തോളം അവരൊക്കെ എന്നെ സ്നേഹിച്ചു. ഞാൻ ഈ നമ്പർ എപ്പോഴോ കൊടുക്കേണ്ടതായിരുന്നു. എന്തുമാത്രം സ്നേഹത്തോടെ. എന്നിട്ട് ആരാണാവോ നമ്പർ കൊടുക്കാൻ പറഞ്ഞത്? നീയാണ്. അത് ഇവനാണ് കേട്ടോ പറഞ്ഞത്. അമ്മ ഇത്രയൊക്കെ അവർ ചോദിക്കില്ലേ, അപ്പൊ നമ്പർ ഒന്ന് കൊടുത്തൂടെ എന്ന് പറഞ്ഞത് ഇവനാണ്. എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ഈ മെസ്സേജ് വായിക്കാൻ, മെസ്സേജിൽ ഇടുക, അങ്ങനെയൊക്കെ അല്ലേ മെസ്സേജിൽ റിപ്ലൈ ഒക്കെ ചെയ്തു. നമുക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരെ കിട്ടാന്നുള്ളത് ദൈവം തന്ന വലിയൊരു സന്തോഷം. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ദൈവത്തിനോട് ഞാൻ എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ദൈവത്തിനോട് കുറെ ഒന്നും പറയണ്ട. കാരണം എന്താ അറിയോ, ഈ കോടാനുകോടി ആൾക്കാർ പറഞ്ഞ നന്ദിയൊക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഒരു ഭാഷ ഞാൻ പറയുന്നത് ദൈവം കേൾക്കില്ലേ? അല്ല, പിന്നെ ഞാൻ പറയണത് ദൈവം കേൾക്കില്ലേ? എല്ലാരും പറയണത് കേൾക്കും. കുടുംബാംഗങ്ങളെയൊക്കെ ദൈവമേ എല്ലാ നന്മകളും വെച്ച് രക്ഷിക്കട്ടെ. ഇന്നലെ പാട്ടൊക്കെ പാടിയാലോ? ഒന്നെന്ത് പറ്റി? ഞാൻ ഈ സന്തോഷത്തിനെ പാടണമെന്ന് വിചാരിച്ചു. ഈ ഫോണിന്റെ ഇതിന്റെയൊക്കെ സന്തോഷത്തിന് ഞാൻ അങ്ങ് മറന്നു. എന്തായാലും 2 വരി പാടാട്ടോ. 2 പേര് പാടുമോ? 2 വരി. വരി. എൻ്റെ ചെവിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്? പാടിക്കാം. അമ്മ ഒരുപാട് ചിരിക്കരുത് കേട്ടോ. അവസാനം ക്ലോസപ്പിന്റെ പരസ്യത്തിന് കൊണ്ടുപോകാൻ മേനെ. പല്ല് കേൾക്കാത്ത പല്ല് എങ്ങനെ ഉണ്ടാവും കാണിക്കാൻ വേണ്ടിയിട്ട്. വൃത്തിയായിട്ടാ. അതങ്ങനെയാണ്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം പാടിയ ഒരു ദിവസം പാടാൻ പറ്റില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ലമ്മ.
എന്താണ് അവരുടെ കിളിയല്ല, കാക്കയടക്കം മറന്നു പോകും അങ്ങനെ പാടിയ. വെള്ളം കുടിക്കുന്നുണ്ട്. അത് സന്തോഷം കൂടിപ്പോയിട്ട് ആയതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. സംസാരിച്ചിട്ടേ ഒരു ഇത് ആ എങ്ങനെ നീ മറക്കും കിളിയേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും നീലക്കുയിലേ, നീ മാനത്തിൻ ചോട്ടിൽ നിന്നെ മറന്ന് കളിച്ചോരു നാളിൽ, നീലക്കുയിലേ, നീ മാനത്തിൻ ചോട്ടിൽ നിന്നെ മറന്ന് കളിച്ചോരു നാളിൽ, നക്ഷത്ര കണ്ണുള്ള മാണിക്യപ്പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു നാളിൽ, ഇത്രയൊക്കെ പാടാൻ പാടുമോ? നക്ഷത്ര കണ്ണുള്ള മാണിക്യപ്പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം, എന്നിലെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. കുയില് മറക്കും. ഇതിട്ട് കണ്ടാൽ മതി. തൊണ്ട ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടല്ലേ? എനിക്കത് പകർന്നു തന്നിട്ടുണ്ട് കേട്ടോ അമ്മ, ജലദോഷം. കുഴപ്പമില്ല. ഈ പാട്ടൊക്കെ ഏത് കാലഘട്ടത്തിൽ പാടിയതെന്ന് വല്ല ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അല്ല, ഇന്നത്തെ കൂടെ പാടാൻ പറ്റില്ല എനിക്ക്. ആ ഇന്നലെ അല്ലല്ലോ ഇന്ന്. കുഴപ്പമില്ല. ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ച പാട്ടൊക്കെ തിരഞ്ഞെടുക്കാൻ ആരാ പറഞ്ഞു? ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്. ആ പക്ഷെ തൊണ്ടയ്ക്ക് ഇന്നത്തെ പോലെ അല്ല. എന്താ കുറെ നേരം ഓരോരുത്തരോട് സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. ആ സന്തോഷം കൊണ്ടൊക്കെ തൊണ്ട ഇരട്ടിൽ പോയി ഉണ്ടാവും. ആ സാറില്ല. അവർക്കായ പോലെ തന്നെ അമ്മയ്ക്കായി ഉണ്ടാവും അല്ലേ? ഇനി എന്തായാലും ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ബന്ധങ്ങൾക്കൊക്കെ എത്ര ഊർജ്ജമുണ്ട്, എത്ര ശക്തിയുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? ആ മനസ്സിലാവാനൊപ്പം തന്നെ ചെറിയൊരു ചോദ്യം ഞാൻ അമ്മയ്ക്ക് ചോദിക്കാം. അത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്ത് ഇത് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, അത് ഇറക്കി നോക്കുകയാണ്. അടുത്ത ദിവസം നോക്കണ്ടേ? അതെ. അപ്പോൾ ചോദിക്കാം. അമ്മ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ 10 മക്കളിൽ മൂത്ത മകളായിട്ട് ജനിച്ചു. 6 മക്കളുള്ള വീട്ടിലേക്ക് മൂത്ത മരുമകളായിട്ട് പോയി. 2 മണ്ടന്മാരായ മക്കളുള്ള വീട്ടിലെ അമ്മയായി അല്ലേ? അപ്പോൾ ഇത്ര അത് ശരിയാ, അത് ശരിയാണെന്ന് നമ്മ പറയുന്നത് എനിക്കറിയാം. അപ്പോൾ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് മതി ഒരമ്മയ്ക്ക്. എന്താണ് കുടുംബ ബന്ധം, അതിൻ്റെ ഭദ്രത, അതിൻ്റെ ശക്തി, എങ്ങനെ ഉണ്ടാവണം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, എങ്ങനെ നിർത്തി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, സന്തോഷമായാലും ദുഃഖമായാലും പഠിക്കാനായാലും അനുഭവമായാലും. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജയിച്ചാൽ നമുക്കത് അഹങ്കരിക്കാം, തോറ്റു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അനുഭവം പറയാം അല്ലേ? ജയിച്ചാൽ വിക്ടറി, തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് ചെയ്യാം. ഇങ്ങനെ ആവരുത്, ജയിച്ചാൽ ഇങ്ങനെ ആവണം എന്നുള്ള ഒരു എക്സാമ്പിളായി മാറാം. തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനെ ആവരുതെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഒരു കുടുംബം? ഒരു കുടുംബത്തിന് നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ എല്ലാം ഉണ്ട്. അത് നമ്മൾ എവിടെയും പോകണ്ട, അല്ലെങ്കിൽ ഇതിന് PhD എടുക്കുകയൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ കണ്ടവർ, അല്ലെങ്കിൽ വലിയ കുടുംബത്തിൽ ജനിച്ചവർ, ചെറിയ കുടുംബത്തിനെ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടന്നവർ, ഇവർക്കൊക്കെ ഒരു കുടുംബത്തിനെ പറ്റി ചോദിച്ചാൽ പറയാറിയും. ഏറ്റവും കൂടുതൽ അതിന് യോഗ്യത നേടിയ, ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒരു വീട്ടമ്മ തന്നെയാണ് അല്ലേ? അവരോട് ചോദിക്കാൻ പറ്റും. ഒരു കുടുംബത്തെ ഒരിക്കലും വിട്ടുമാറാത്തൊരു യൂണിറ്റിയുള്ളൊരു കുടുംബം, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ചോദ്യത്തിന് ഒരു കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് എന്തിനെയാണ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുക? മഴയുണ്ട്, അത് കാരണം കൊണ്ട് ഒത്തിരി ഉച്ചത്തിൽ പറയണേ. അതായത് യൂണിറ്റ്, അതായത് അത് പ്രകൃതിയിൽ ഞാൻ കണ്ടത്, എൻ്റെ തോന്നല് തേനീച്ചക്കൂട്. തേനീച്ചക്കൂടിൽ എത്രമാത്രം തേനീച്ചകളുണ്ട്, ഒറ്റക്കോ 2 3 ആയിട്ടല്ല. അത്രയും ഒരുമിച്ച് അവിടെ രാജാവും റാണി മന്ത്രിയും സേവകരും അങ്ങനെ ഒരുപാട്. എൻ്റെ ഭഗവാനെ, രാജാവും റാണിയൊക്കെ അതിൻ്റെ വന്നു. അങ്ങനെ ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പൊ അവര് ആ
ഒത്തൊരുമയോടെയാണ് തേനീച്ചക്കൂട് ഉണ്ടാക്കി തേന് സംഗ്രഹിക്കുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി ശ്രമജീവികളാണ് അത്. തേനീച്ചകളെന്നും വല്ലാത്ത ശ്രമജീവികളാണ്. അപ്പൊ അത് വീണ്ടും വീണ്ടും പറയരുത്, നമ്മളൊക്കെ ശ്രമജീവികൾ തന്നെയാണ്. പ്രകൃതിയിലുള്ള ഞാൻ കണ്ടതിൽ എന്റെ ഒരു തോന്നലാണ് കേട്ടോ. അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമ്മുടെ തോന്നലിന്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല, തോന്നലിന്റെ ഏറ്റവും വലിയ ആളാണല്ലോ അമ്മ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരുടെ ആ ഒത്തൊരുമ. അപ്പൊ അവര് ഈ തേനീച്ചക്കൂട് അമ്മ എന്താ അവിടെ കൊതുവിനെ പിടിക്കണ്ടോ? അല്ല, തേനൊക്കെ സംഗ്രഹിച്ച് കഷ്ടപ്പെട്ടവര് എന്താ ഈ കൈ കൊണ്ട് ഇങ്ങനെ നീക്കണത്? ദുഷ്ടന്മാര് എന്ത് ചെയ്യും? ആ തേനിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ തീ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറും അല്പനേരത്തിന്റെ വായ്ക്ക് മധുരം കിട്ടാൻ വേണ്ടിട്ടോ തേനെടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ്. അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവര് നിസ്സാരമായിട്ട് അതിനെ എടുക്കും. പക്ഷെ ആ തേനീച്ചകൾ അപ്പോഴും പിന്മാറില്ല, തോൽക്കില്ല. അവർ വീണ്ടും ഒത്തൊരുമിച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഈ തേനീച്ച കൂടി ഉണ്ടാക്കും, തേന് സംഗ്രഹിക്കുകയും ചെയ്യും. അതിനവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് അവരുടെ ആ ഒത്തൊരുമയാണ്. അതേപോലെയാണ് ഫാമിലി ഒരിക്കലും തോൽക്കാണ്ട് വിജയത്തിലേക്ക് എത്തി നിൽക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ആ ഒത്തൊരുമ ഉണ്ടാവണം. എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒത്തൊരുമ. ഈ 5 പേരുണ്ട് ഇവിടെ, അത് 3 കാണാനുള്ളൂ. 5 പേരുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പോ ഇതിന് ഒരു ശക്തിയില്ല. അതുതാ ഇങ്ങനെ വിളിച്ചു ഭയങ്കര ശക്തിയാണ്, ആരടിക്കരുത് കേട്ടോ. അതന്നെ ശരിക്കും. ഇപ്പൊ അമ്മ പറഞ്ഞ കഥേൻ്റെ ഞാൻ എന്ത് മനസ്സിലാക്കിയെന്നും കൂടി പറഞ്ഞു തരണ്ടേ. ഇപ്പോൾ കുടുംബം എന്നുള്ളത് ഒരു തേനീച്ചക്കൂട് പോലെയാണ്. അതൊരു അച്ഛൻ, അമ്മ, മക്കളുടെ ഭാര്യ, കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ ഈ തേനീച്ചനെ കുടിക്കാൻ പറ്റുന്ന കരടിയില്ലേ, കരടി, അങ്ങനെ തേനീച്ചനെ പറിക്കാൻ പറ്റുന്ന പോലെ കരടികളായ ചിലതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് അതിൻ്റെ തേന് നക്കി കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, തേനെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള സന്തോഷം സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുടുംബാംഗങ്ങൾ എന്തെന്നെയാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും കുറേ വർഷങ്ങളായി നിങ്ങൾക്ക് പരസ്പരം അറിയാം. എൻ്റെ അച്ഛനാരാണ്, അമ്മയാരാണ്, അനിയത്തി ആരാണ്, ചേച്ചി ആരാണ്, ഏട്ടനാരാണെന്ന് നല്ല പോലെ അറിയാം. ഇവരെത്രത്തോളം പൂവ് എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ പുറമേന്ന് വരുന്ന ഒരു കരടുകളുടെ ആഗ്രഹത്തിന് ബലിയാവാതിരിക്കണം ഓരോ കുടുംബങ്ങളും. അതാണ് പഠിക്കേണ്ടത് തേനീച്ചകളിൽ നിന്ന്. കാരണം എത്ര പ്രാവശ്യം നമ്മൾ ആ തേനീച്ചകളെ മുഴുവൻ മോഷിച്ചാലും, എത്ര പ്രാവശ്യം അവരുടെ അധ്വാനത്തിൽ നമ്മൾ ഇല്ലാണ്ടാക്കിയാലും വീണ്ടും വീണ്ടും അധ്വാനിക്കാൻ അവർക്ക് സ്ഫൂർത്തി ഉണ്ടാവണം അവരുടെ യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം കേട്ടു, നിങ്ങളൊരു കാര്യം അറിഞ്ഞ ഉടനെ നിങ്ങളുടെ കുടുംബത്തെ വെറുക്കല്ല വേണ്ടത്. അതെന്ത് ഇടാൻ പോകണ്ടല്ലോ, അതിടും. അപ്പോൾ ഇനി നാളികേരം, ജീരകം, മഞ്ഞളും കൂടി അരച്ചത് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് തിളക്കാൻ വിടാം. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് വറവിടാനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കും. ഓക്കെ. അപ്പോൾ ഇതൊന്ന് യോജിക്കട്ടെ. അതുവരെ അപ്പോൾ നമ്മൾ ഒരിക്കലും പുറമേ നിന്ന് വന്ന ഒരാൾക്ക് നമ്മളെ വിട്ടുകൊടുക്കരുത്. എന്ന് വെച്ചാൽ പുറമേ നിന്ന് ഈ തേനീച്ചക്കൂടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, അതിനുള്ള ഉള്ളിൽ നിറച്ച് തേനുണ്ടാവും. ആ തേനൊക്കെ പോയി തേനീച്ചകളൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുക, ഈ സമൂഹദ്രോഹികൾക്ക് എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന കുടുംബം, ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ പല അവതാരങ്ങളും വരും. കരടിയായി വരും, കല്ലായി വരും, തീയായി വരും, തീപ്പന്തമായി വരും, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽ ആ കൊമ്പ ഒടിഞ്ഞു പോകും. എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ അമ്മ എന്താണ്, അച്ഛൻ എന്താണ്, ഏട്ടൻ എന്താണ്, അനിയത്തി എന്താണ്, ഭാര്യ എന്താണ്, മക്കളെന്താണ്, നിങ്ങളുടെ ജീവിച്ച ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വവും അവരുടെ സ്വഭാവവും എല്ലാം നിങ്ങൾ എങ്ങനെ അറിയോ അതുപോലെ അവരെ നിങ്ങളറിയാം. കാരണം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല അവരെ നിങ്ങൾക്ക് പരിചയം. നിങ്ങൾ ജനിച്ച നാൾ മുതൽ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച അത്രയും വർഷത്തോളം നിങ്ങളുടെ ഭാര്യയുടെ ഒപ്പം ജീവിക്കുകയാണെങ്കിൽ, എന്തിനാ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമൊന്നും വേണ്ട. ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മനസ്സും നമ്മൾ പൊരുത്തുണ്ടെങ്കിൽ ഒരു നിമിഷം മതി എന്ന് പറയും അല്ലേ. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു കുടുംബം, ആ തേനീച്ചക്കൂട്ടിൻ്റെ ഉള്ളിൽ ആരെന്നെ തീപ്പന്തം കൊണ്ടെറിഞ്ഞാലും കല്ലും കൊണ്ടെറിഞ്ഞാലും ആ തേനൊക്കെ ഊറ്റി കുടിക്കാൻ വേണ്ടി ആരൊക്കെ വന്നാലും നിങ്ങളെ മനസ്സിലാക്കിയ ഒരു ഒത്തൊരുമയോടെ നിങ്ങൾ ജീവിച്ച ആ തേനീച്ചക്കൂടുകളുടെ ആ ഒരു സ്ഫൂർത്തിയില്ലേ, തേനീച്ചകളുടെ നിങ്ങളുടെ തകർത്തോളൂ ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നുള്ളത്, ആ യൂണിറ്റി ഉണ്ടാവും. സുന്ദരമായ ഒരു കുടുംബ ബന്ധങ്ങളുണ്ടാവും. അതിനെ ഒരു കരടിക്കും ഒരു കല്ലിനും ഒരു തീപ്പന്തത്തിനും നശിപ്പിക്കാൻ കഴിയില്ല. സത്യമല്ലേ? അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെയാണ്. ഇനി അതിൻ്റെ മുകളിലൊരു തെറ്റുകാരൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എവിടേക്ക് പോയി അമ്മ? ഞാനത് നോക്കിക്കൊണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ഏത് വ്യക്തിയാണോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ആ വ്യക്തിനെയും ആരെപ്പറ്റിയാണോ തെറ്റിദ്ധാരണ പറഞ്ഞത് ആ വ്യക്തിനെ ഒരുമിച്ച് നിന്നിട്ട് അവിടെ വെച്ചത് തീർത്തോളണം. അതൊരു വഴക്കിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടത് ഇന്ന കാര്യം നിന്നെപ്പറ്റി ഞാനിങ്ങനെ അറിഞ്ഞു, അത് ശരിയാണോ തെറ്റാണോ എന്ന് നേരിട്ട് ചോദിച്ച് ആ കോംപ്രമൈസ് അവിടെ ഉണ്ടാക്കിയിട്ട് കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും നശിക്കരുത്. അല്ലേ? കുടുംബം എന്നെന്നും ഉണ്ടാവണം. കാരണം ഇനിയൊരു ജന്മം നമുക്ക് ഉണ്ടാവുമോ? ഇനിയൊരു അനിയൻ, ഒരു അനിയത്തി, ഒരു ഏട്ടൻ, ഒരു അച്ഛൻ, അമ്മ ഇവരെന്നെ നമുക്ക് കിട്ടുമോ? ഇതൊന്നും നമുക്കറിയില്ല. അല്ലേ? ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ ഒരു പോലെ വീണ്ടും കട്ടായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ മഴ വീഴുമ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിരിക്കും. വറവിട്ടാലേ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ പറഞ്ഞാൽ വറവിട്ടാലേ കാണാൻ പറ്റും. അപ്പോൾ സൗണ്ട് ക്ലാരിറ്റി ഇത്തിരി കുറവായിരിക്കും അല്ലേ? ഒന്നും കേൾക്കുന്നില്ല, ഭയങ്കര സൗണ്ടാണ്. അത് പുറത്ത് ഷീറ്റാണല്ലോ, നല്ല കനത്ത മഴയുണ്ട്. അപ്പൊ അതിന്റെ മേലെ മഴ ഇങ്ങനെ വീഴുമ്പോ ഒരു സുഖമില്ല. നമുക്ക് പറയുന്നത് നിങ്ങൾക്കും കേൾക്കില്ല. ഡിസ്റ്റർബൻസ് ഒക്കെ കുറച്ചുണ്ടാവും മഴക്കാലം. അപ്പൊ ആ സമയങ്ങളിൽ ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്തല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാനായിട്ട് അടച്ചിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അതെ അത്രയ്ക്ക് സൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, സൗണ്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതാണ് കാരണം. കറിവേപ്പിലിട്ടു, ഇതാ നാളികേരം ഇതിപ്പോൾ എല്ലാവരും പറയും ശരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിക്കുന്നതാണ്. അടുക്കളയിലായത് കാരണം പിന്നെ അടുക്കളയിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതൊക്കെ കാണിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. മഴ കാരണം എനിക്ക് തന്നെ പുറത്തെ പറയാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ടൊക്കെ പോയി. എന്നറിയോ, ഈ ഫോൺ വരുമ്പോഴും അങ്ങനെയായിരുന്നു. അവരോടൊക്കെ എനിക്ക് ഉറക്ക സംസാരിക്കേണ്ടി വന്നു. എന്നറിയോ, മഴ കാരണം ഒന്നും അവർ പറയുന്നത് എനിക്കും കേൾക്കില്ല, ഞാൻ പറയുന്നത് അവർക്കും കേൾക്കില്ല. ഇത്രയും വലിയ ശബ്ദം പോലെ അവർക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ ഞാൻ ഉറക്ക സംസാരിച്ചു. അതുകൊണ്ടാണ് എന്നെ തൊണ്ട അങ്ങനെ ആയിട്ട് പാട്ട് പാടുമ്പോൾ അങ്ങനെ ആയിപ്പോയി. അതെ അല്ലെങ്കിൽ എസ്റ്റാനിക്ക് പാടി അതേപോലെ ഉണ്ടാവും. അത്രയ്ക്ക് വേണ്ട, എന്നാലും അങ്ങനെ അല്ലല്ലോ. അല്ല ഞാൻ അമ്മ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് അമ്മ നല്ലത് പറഞ്ഞതാണമ്മ. നല്ലത് പറയണ്ട കേട്ടോ. അതെന്തല്ലോ ഉറക്കം നമ്മൾ സംസാരിക്കില്ലേ, മനസ്സിലായി. ആ സമയത്ത് നമ്മുടെ തൊണ്ടയിലൊരു പ്രശ്നം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പാടാൻ പറ്റും. നിനക്ക് എന്തറിയാ? അല്ല എനിക്ക് അങ്ങനെ പാടാറിയില്ലല്ലോ. അറിയാണെങ്കിൽ ഞാനും പാടുണ്ടായിരുന്നു. അമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ പാട്ട് പഠിച്ചിരിക്കല്ലേ. ഇപ്പോൾ പാട്ട് പഠിച്ചിട്ട് എന്താണ് പറയാ, സംഗീതത്തിന് ബിരുദെടുത്ത ആളൊന്നല്ല. അല്ല അല്ലേ? എന്താ പാടണമെന്ന് മാത്രം. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും പാടുക. ആ പാട്ടെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരണ്ടേ അമ്മ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുടുംബ ബന്ധത്തിനെ പറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് സന്തോഷമായിട്ട് ജീവിച്ച ആൾക്കാരൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തകർന്ന് തരിപ്പുരായ ഒരു കൊച്ചു കുടുംബമായി ആയിക്കോട്ടെ, കുഴപ്പമില്ല, വലിയ അനുകുടുംബത്തിൽ നിന്ന് ചെറിയ കുടുംബക്കായി മാറിക്കോട്ടെ, പക്ഷെ കണ്ടാലും കൂടി മിണ്ടാത്തത്ര അകൽച്ചയിലായിപ്പോയി. കാരണം അതൊക്കെ തെറ്റിദ്ധാരണകളുടെ പേരിൽ. ഈ പറഞ്ഞില്ലേ, ഈ കരടീനെ പോലെ കുറച്ച് ആൾക്കാർ, കല്ലിൻ്റെ രൂപത്തിൽ ചില ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മൾ എറിയുന്ന കല്ലുകൾ, അതുപോലെ തന്നെ തീപ്പന്തം കൊടുത്തിട്ട് ഇങ്ങനെ തേന് എടുക്കില്ലേ, അതുപോലെയൊക്കെ ഓരോ കുടുംബങ്ങളിലും പല പല രൂപത്തിൽ പല രീതിയിൽ ആ കുടുംബം തകർക്കാൻ വന്നിട്ട് കുറേ എന്താ പറയുക, ആ തകർത്ത് സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവൻ്റെയൊക്കെ കയ്യിൽ കിട്ടിയിട്ടാണ് എത്രയോ കുടുംബങ്ങളെന്ന് അതാ ഏട്ടൻ പോണും മിണ്ടില്ല, ഇതാ ചേച്ചി പോണും മിണ്ടില്ല, അതാ അനിയൻ പോണും മിണ്ടില്ല എന്ന് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയാം. ഈ ഒരു ജന്മത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഈ ബന്ധങ്ങൾ. ഇനി ഒരു ജന്മം നമുക്കുണ്ടോ, കിട്ടുമെന്ന് വലിയ ഉറപ്പുണ്ടോ? ഒരു നിമിഷത്തെ ദേഷ്യം, ഒരു അല്പനേരത്തെ പിണക്കം കൊണ്ട് എന്തിനാണ് ഈ ഒരു ബന്ധത്തിനെ ഇല്ലാണ്ടാക്കുന്നത് അല്ലേ? പൊട്ടിയിട്ട് ഇപ്പം തന്നെ നമുക്കിത് ഇളക്കണ്ട, ഇതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു മണം ഇതൊക്കെ കിട്ടും. മനസ്സിലായി? അപ്പോൾ ഇത് അടച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒപ്പം വന്നവർ, നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് ഒപ്പം കളിച്ച് വളർന്നവരൊക്കെ ഉണ്ടാവട്ടെ നമ്മുടെ സ്വന്തമായിട്ടൊന്നും അല്ലേ? എന്തിനു വേണം, മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും
അറ്റ്ലീസ്റ്റ് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ഇത്തിരി സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതും കൂടി ഇല്ലാതെ പോകരുത്. കാരണം ഇനിയൊരു ജന്മം ഉണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യജന്മം ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ എന്നറിയില്ല. അപ്പോൾ കിട്ടിയ ഈ സമയം, കിട്ടിയ ഈ ബന്ധങ്ങൾ മരിച്ചിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ജീവിച്ചിരിച്ചിട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക, അല്ലേ? ഇന്നിപ്പോൾ എനിക്ക് രാവിലെ വന്ന മൂന്നാമത്തെ ഫോണ് ഈ വക കാര്യങ്ങളെല്ലായിരുന്നു എന്നോട് പറഞ്ഞത്. ഈ അനുഭവങ്ങളൊക്കെ ആയിരുന്നു. പേര് പറയണ്ട, പേര് ഞാൻ പറയുന്നില്ല. ഇതേ അനുഭവമാണ് എല്ലാം പറഞ്ഞത്. അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നന്മകൾ മാത്രം ചെയ്ത് എനിക്ക് ഇതുപോലെയൊക്കെ ആയി എന്ന് അവർ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എന്നാൽ വീഡിയോയിൽ ഇങ്ങനെ രണ്ട് വർത്താനം പറയാമെന്ന് തോന്നി. ഞാൻ ഇവനോടത് പങ്കുവെച്ചു. അപ്പോൾ ഇവനത് വീഡിയോയിലൂടെ പറയും. അപ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടിക്കട്ടെ. ഒരു നമ്മുടെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ അവർ ഈ വക സങ്കടങ്ങളൊക്കെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്കൊരാശ്വാസം എന്താ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കുന്നവർ അവരുടെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലായിക്കോട്ടെ, അല്ലേ? ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം 7 ജന്മമുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കൽ മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. കാരണം ഇവിടെ തന്നെയാണ് സ്വർഗം, ഇവിടെ തന്നെയാണ് നരകവും. നമ്മൾ ചെയ്യുന്ന നന്മയിൽ സ്വർഗമുണ്ട്, നമ്മൾ സന്തോഷിക്കുന്ന സന്തോഷത്തിൽ സ്വർഗമുണ്ട്. നമുക്കുണ്ടാവുന്ന ദുരനുഭവങ്ങളാണ് നരകം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊരൊറ്റ ജന്മം മാത്രമേ ഉള്ളൂ. എത്രത്തോളം സ്നേഹം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സമ്പാദിക്കാം. പിന്നെ വെറുതെ കിട്ടുന്ന ചില വെറുപ്പുകളല്ല ഒന്നും ചെയ്യാണ്ട് അത് വന്നങ്ങോട്ട് പൊക്കോട്ടെ. പ്രത്യേകിച്ച് ആ ചേച്ചിയോട് പറയുകയാണ്, ആരെന്നെ കല്ലെറിഞ്ഞാലും എത്ര എന്നെ മുകളിൽ നിങ്ങൾ കൂട് കെട്ടിയാലും ഈ തേനീച്ചകളൊക്കെ ഒരു മനുഷ്യനെ എത്താത്ത ദൂരത്താണ് അത് കെട്ടുന്നത്. ഇന്നത്തെ ഈ മനുഷ്യന്മാർ വിടുന്നുണ്ടോ? വിടില്ല. നിങ്ങൾ എത്ര തന്നെ അകലെ പൊക്കോളൂ, എത്ര തന്നെ ദൂരെ പൊക്കോളൂ, ഈ ക്രൂര മനോഭാവമുള്ള വ്യക്തികൾ ഒരിക്കലും നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല. അത് പറഞ്ഞിട്ട് ആത്മധൈര്യത്തെ ഒരിക്കലും കൈവിടരുത്. ആരാണോ നിങ്ങളുടെ ഒപ്പം അത് നിങ്ങളുടെ ബലാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടരുത്. സങ്കടപ്പെടുമ്പോൾ അത് കൂടുതൽ അവർ ചെയ്യും. തീർച്ചയായും നിങ്ങൾ സങ്കടം ഒന്നും വേണ്ട. അത് നിങ്ങൾക്ക് കിട്ടിയ ജീവിതം തന്നെ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല ജീവിതമാണ് വന്നിട്ടുള്ളത്. എന്താ നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ജീവിതം നിങ്ങൾ ആസ്വദിക്കും. മറ്റുള്ളതൊക്കെ ഈ ചെവിയിൽ ഇടുക എന്ന് പറയുന്നത് അതുപോലെ വിട്ട് നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ സ്നേഹിച്ച് ആസ്വദിച്ച് ജീവിക്കും. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഫുൾ ടൈം പാസ്സാണ്. ഒരു 2 മണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-2:30 ആയി അതുവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചേക്ക് ഉണ്ടാവും. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യലോ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനും സാധ്യതയുണ്ട്. വളരെ ശല്യമായിട്ട് അമ്മ മാറും. അന്ന് നിങ്ങൾ പറയരുത് എന്നോട്, മോനെ എങ്ങനെ അമ്മേനെ ഒന്ന് ഒതുക്കുമെന്നൊന്നും പറയരുത്. എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ വിചാരിച്ചത് നടന്നിട്ടില്ല. ഇനി നിങ്ങൾ അനുഭവിച്ചോളൂ കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കഴിക്കാൻ വിളിക്കുന്നില്ലേ? കേട്ടോ. ആദ്യം നമ്മൾ അതിന് ഇട്ട് കൊടുക്കണം, എന്നിട്ട് അടച്ചു വെക്കണം. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ വറവിട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് വറവിട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇളക്കരുത് വെക്കണം. അപ്പം എന്നിട്ട് പിന്നെ നമ്മളിതിനെ അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് പിന്നെ ഇളക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പം തന്നെ വേവിച്ചേരി കഴിക്കാൻ വരുന്ന അതിൻ്റെ കൂടെ ഞാനിന്ന് അച്ചാറുണ്ട്. പിന്നെ ഇവിടെ 2-3 തരം അച്ചാർ എന്നും ഉണ്ടാവും. പിന്നെ ഒരു മാങ്ങ ചമ്മന്തി അരയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കണം. ഇന്നത്തെ പണിയുള്ളൂ, വേറെ ഒരു പണിയില്ല. ഓക്കെ. എന്നിട്ട് മേക്കേട്ട് ഇപ്പോൾ വിളിച്ച ആളാരാന്നൊക്കെ തിരിച്ചു വിളിക്കും. അറിയില്ല ആ ഫോണിൽ. അപ്പം ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.